നമസ്തേ. ഇനി വരുന്ന 2 ദിവസങ്ങൾ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് UAE സാക്ഷ്യം വഹിക്കുക. പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനമാകാൻ അഹ്ലൻ മോദി, ഭാരതത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ BAPS ഹിന്ദു മന്ദിറിൻ്റെ സമർപ്പണ ചടങ്ങും. ഈ ചരിത്ര നിമിഷങ്ങളുടെ പിന്നാമ്പുറ കഥ പറയുന്ന അഹ്ലൻ മോദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതവും UAEയും തമ്മിലുള്ള ബന്ധം ഏറ്റവും ദൃഢമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിന് പിന്നിൽ നരേന്ദ്രമോദിയും UAE ഭരണാധികാരികളുമായുള്ള ഊഷ്മള ബന്ധമാണ്. ഇതിന് തെളിവാണ് UAEയുടെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हुआ भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूं। ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനം ഒരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. 2 ലോകരാജ്യങ്ങളുടെ ബന്ധത്തിലെ നാഴികക്കല്ല്. 3.5 മണിക്കൂർ കൊണ്ട് UAEയിലേക്ക് എത്താമായിരുന്നിട്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിക്കാൻ 34 വർഷമെടുത്തു. 700 से भी अधिक फ्लाइट आती है, लेकिन भारत के प्रधानमंत्री को यहाँ आने में 34 साल लग गए. ഇന്ദിരാഗാന്ധിക്ക് ശേഷം UAE സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി മാറി നരേന്ദ്രമോദി. भारत माता की, भारत माता की, भारत माता की, भारत माता की. 2015 ഓഗസ്റ്റ് 16 മോദിയുടെ ആദ്യ UAE സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ദിനംപ്രതി ബന്ധം ശക്തമാവുകയാണ്. സമീപ വർഷങ്ങളിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എല്ലാ മേഖലകളിലും ദൃഢമായിട്ടുണ്ട്. ഇരുപക്ഷവും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തവും ആരംഭിച്ചു. നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഹീ ഈസ് വൺ ഓഫ് ദ അട്രാക്റ്റീവ് പ്രൈം മിനിസ്റ്റർ എന്നാണെങ്കിൽ പറയാം. ഇപ്പോൾ എസ്പെഷ്യലി UAEയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് UAE ഭരണാധികാരികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രധാനമന്ത്രി ഒന്ന്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ചേർന്ന് നിന്നിട്ട് UAEയുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ബ്രദേഴ്സ്. കാരണം എന്ത് കാര്യത്തിനും UAE ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്വൈസ് കോൺടാക്ട് പോയിന്റ് ഐ തിങ്ക് ഇറ്റ്സ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫോർ എനിത്തിങ്. ഫോർ മറ്റുള്ള കാര്യങ്ങൾ ഇൻ്റർനാഷണലി ഒരു പുതിയൊരു പോളിസി കൊണ്ടുവരാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ സംസാരിക്കുകയാണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അത്രയും വി ആർ ഓൾ പ്രൗഡ് ഓഫ് ദാറ്റ്. ഇത് അത്രയും വളരെ ഒരു വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മളെ പ്രൗഡാക്കി മാറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാക്കി തന്നൊരു പ്രധാനമന്ത്രി കൂടെയാണ്. അധികാരമേറ്റതിനു ശേഷമുള്ള തൻ്റെ 7ാമത് UAE സന്ദർശനത്തിനാണ് നരേന്ദ്രമോദി അബുദാബിയിൽ എത്തുന്നത്. 2015, 2018, 2019, 2022 വർഷങ്ങളിൽ ഓരോ തവണയും 2023 2 തവണയും അദ്ദേഹം UAE സന്ദർശിച്ചു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സന്ദർശിച്ച വിദേശ രാജ്യങ്ങളിലൊന്ന് UAE ആണെന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര, വാണിജ്യ, സാംസ്കാരിക വിനിമയങ്ങൾ ശക്തമാക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ 2016, 2017,
2023 വർഷങ്ങളിൽ ഭാരതത്തിലുമെത്തി. നരേന്ദ്രമോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഊഷ്മള ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഭരണകർത്താക്കൾ എന്നതിനപ്പുറം ഒരു സഹോദര ബന്ധം. 2014 മോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ വിദേശ നയവും അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും ഉയർന്നതോടുകൂടി ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ സാധാരണ ഇന്ത്യക്കാർക്കും ബിസിനസ്സുകാർക്കും കിട്ടിയിരുന്ന മാന്യതയും സ്വീകാര്യതയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് എൻ്റെ ഒരു ഇതിൽ ഒരു 10 ഇരട്ടിയെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ രണ്ട് ഗവൺമെൻറ്റും തങ്ങളിലുള്ള ഓരോരോ സമയങ്ങളിലുള്ള ആ ഒരു ഇടപെടലിനെയും അതിൽ ഒരാൾ മറ്റൊരാളിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള വിദേശ നയം സ്വീകരിച്ചതുകൊണ്ടാണ്. ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലേ, ആ ഒരു 44 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഇവിടെ വരുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നൊരു സ്വീകാര്യത അല്ല ഇന്നെനിക്ക് അതിൽ എത്രയോ ഇതാണ്. നമ്മൾ എവിടെ ചെന്നാലും ഞാനെന്നല്ല ഒരു ഇന്ത്യക്കാരനെ കിട്ടുന്ന സ്വീകാര്യത ഇപ്പം നമ്മളത് ശരിക്കും അനുഭവിക്കുകയാണ്. ഇത് രണ്ടും അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. പരമോന്നത ബഹുമതി നൽകി UAE നരേന്ദ്രമോദി ആദരിച്ചു. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദിന്റെ പേരിലുള്ള സായിദ് മെഡലാണ് മോദിക്ക് നൽകിയത്. UAEയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയതോടെ ഇന്ത്യ UAE ബന്ധത്തിന് പുതിയ മാനം കൈവന്നു. വിവിധ വർഷങ്ങളിലായി നിരവധി സർക്കാർ പ്രതിനിധി സംഘങ്ങളാണ് ഇരു രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുള്ളത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെയും ഭക്ഷ്യസുരക്ഷയുടെയും നിർണായക മേഖലകളിൽ ഇരുപക്ഷവും അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. ദുബായ് എക്സ്പോ 2020 ഏറ്റവും വലിയ പവലിയനുമായാണ് ഇന്ത്യ പങ്കെടുത്തത്. ഈ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചത് നിർണായക കരാറുകളിലാണ്. ഇതിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യ UAE വ്യാപാര ബന്ധങ്ങളിലെ നാഴികക്കല്ലാണ്. വിവിധ മേഖലകളിൽ ശക്തമായ വ്യാപാരവും നിക്ഷേപവുമുള്ള UAE ഇന്ത്യയും പ്രധാന വ്യാപാര പങ്കാളികളാണ്. കരാർ ഒപ്പിട്ടതോടെ സഹകരണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നു. $53 ശതകോടി ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി $100 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ UAE ട്രേഡ് ഇപ്പം മേ ബി 52 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ UAEയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എവറി ഇയർ ദർ ഇസ് എ ചേഞ്ച്. പക്ഷേ റീസെൻ്റ്ലി വൺ ഓഫ് ദ ബിഗ് ചേഞ്ചസ് മറ്റേ ഇന്ത്യ UAE ബന്ധത്തിൽ സെപ്പ എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്ന കാരണം ഒരുപാട് ഞാൻ മുന്നേ പലയിടത്തും പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ പ്രൈസിങ്ങിൽ നമ്മളിപ്പം ടർക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയോ എടുക്കുക നോക്കുകയാണെങ്കിൽ വി ആർ ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദ പ്രൈസിങ് ഓഫ് ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അത് ഒരു റീസൺ ഈ സെപ്പ കൊണ്ട് തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്ക് കൊണ്ടുവന്നതിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ട്രേഡ് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും ഇവിടെ ട്രേഡ് ചെയ്യാനൊക്കെ വളരെ ഒരു നല്ല രീതിയിലൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. അതിന് വളരെ ഏബിളായിട്ടുള്ള പ്രൈസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ പ്രൈസിങ് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നരേന്ദ്രമോദി UAE തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഇടവേളയ്ക്ക് ശേഷം.
ഇന്ത്യ UAE ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി വഹിച്ച പങ്കിനെക്കുറിച്ച് പറയാൻ പ്രവാസികൾക്ക് ഏറെയുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള മാറ്റങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പ്രവാസികളായ സാധാരണക്കാർ മുതൽ വ്യവസായികൾ വരെയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള മാറ്റങ്ങളിൽ ഓരോ പ്രവാസി ഭാരതീയനും അഭിമാനത്തിലാണ്. പ്രവാസി വ്യവസായി MA യൂസഫ് അലിക്കും പറയാനേറെയുണ്ട്. ഇന്ത്യയിൽ ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ കാരണം നരേന്ദ്രമോദിയാണെന്നതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. നേരത്തെ രാജ്യത്ത് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നുവെന്നും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് ഇതിൽ മാറ്റമുണ്ടായതെന്നും യൂസഫ് അലി വ്യക്തമാക്കുന്നു. മുമ്പ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ അവർക്ക് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം വെച്ചിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രധാനമന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ നിയമം മാറ്റി. കാരണം ഡൊമസ്റ്റിക് NRI ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാക്കി. അത് വലിയൊരു റിലീഫാണ്. മുമ്പ് നിങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയാൽ അപ്പം നോട്ടീസ് വരും 100 എണ്ണം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു തോട്ടെടുത്താൽ അപ്പോൾ വരും നോട്ടീസ്. 100 പ്രശ്നമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ അത് മാറ്റി. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് മൾട്ടി ബ്രാൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാളും ഇന്ത്യ വലിയ 1.4 ബില്യൺ മാർക്കറ്റാണല്ലോ. അപ്പോൾ നൗ വി ആർ കോൺസെൻട്രേറ്റിംഗ് ടു എക്സ്പാൻഡ് ഇൻ ഇന്ത്യ. ഇനിയും ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഇന്ത്യ UAE ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി വഹിച്ച പങ്കിനെക്കുറിച്ച് പറയാൻ പ്രവാസികൾക്കും ആവേശമാണ്. UAEയുടെ ഹൃദയഭാഗത്ത് ഐക്യത്തിന്റെയും ആത്മീയതയുടെയും വിളക്കായി ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ. UAE ഭരണാധികാരികളുമായി ഭാരതത്തിന്റെ പ്രധാന സേവകന്റെ ബന്ധമായിരുന്നു ക്ഷേത്രത്തിന്റെ ആദ്യശില. അറബ് രാജ്യത്ത് ഇത്രയും വലിയൊരു അമ്പലം പണിയാനും അത് പൂർത്തിയായിരിക്കാനും ശക്തനായൊരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഭരണാധികാരികൾ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. കാരണം അവരുടെ സുഹൃത്ത്, അവർക്ക് ഏത് ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ആവശ്യം ഇവിടുത്തെ ഭരണാധികാരികൾ എന്തായാലും നിരാകരിക്കില്ല. അതുമാത്രമല്ല, അതിന് ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അബുദാബി നിവാസികൾക്ക് ഒരു അമ്പലത്തിൽ പോകാനായി ദുബായ് വരെ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് അബുദാബി നിവാസികൾക്ക് മാത്രമായ ഒരു അമ്പലം, അതും നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയുടെ മുൻകൈയോടെ എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യ UAE
ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി വഹിച്ച പങ്ക് മഹത്തരമാണെന്നതിൽ പ്രവാസികളെല്ലാവർക്കും എതിരഭിപ്രായമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലാ തലത്തിലും ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ പ്രവാസികളാണ്. അവരുടെ വാക്കുകൾ അതിന് അടിവരയിടുകയാണ്. നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 19 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു ഭാരതീയനാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം കൊണ്ട് ഈ നാട്ടിൽ നമുക്ക് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ചേഞ്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ എന്ന് വെച്ചാൽ ഒരു 108 രാഷ്ട്രങ്ങളിലുള്ള ജനവിഭാഗം ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. അത്രയധികം വിദേശ പൗരന്മാർ വസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. അവരെങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളോട് പെരുമാറുന്നത്, ആ ഒരു രീതി നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഓൾമോസ്റ്റ് ഇപ്പം 19 വർഷം ഞാൻ UAE പ്രവാസ ജീവിതത്തിലുള്ളത്. അപ്പം മോഡിജി വന്നതിന് ശേഷം നമുക്കിവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളോട് മറ്റുള്ളവർ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റങ്ങൾ. പിന്നെ ലോകത്തിലെ എല്ലാവരും തന്നെ ഇന്ത്യയെ നോക്കിക്കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം മുമ്പൊക്കെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ആ ഒരു ശരിക്കും നമ്മളൊരു ലാസ്റ്റ് ഗ്രേഡ് എന്ന രീതിയിൽ കണ്ടിരുന്നതിൽ നിന്നും മാറിയിട്ട് ഇന്നൊരു വേൾഡ് പവർ അല്ലെങ്കിൽ ഒരു ആർമി പവർ ആയാലും എക്കണോമിക്കൽ പവർ ആയാലും അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മളെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അത് മോദിജി മാത്രം ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരു രാജ്യത്ത് പണിയെടുക്കാൻ വന്നു, അവിടെ ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന ആ ഒരു നിന്ന് മാറിയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായി മാറുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന് മോദിജി മാത്രമാണ് കാരണം. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളെ വിശ്വമിത്ര എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് ലോകത്തെ മുഴുവൻ അദ്ദേഹം ഒരു സൗഹൃദ രാഷ്ട്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ UAE എന്ന് വെച്ചാൽ 36 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു റിലേഷൻ ഇവർ ഭരണകൂടമായിട്ട് ബിൽഡ് ചെയ്യും തോറും നമുക്ക് ഈ ഭരണകൂടത്തോടോ അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അത് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നമസ്കാരം പ്രിയ ബന്ധുമിത്രങ്ങളെ, നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തിന്റെ യശസ്വിയായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദരദാസ് മോദിജി ഈ വരുന്ന ഫെബ്രുവരി 13-ാം തീയതി പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാം അബുദാബിയിൽ അഹ്ലൻ മോദി എന്ന ഈ പരിപാടിയിൽ നിങ്ങൾ ഏവരും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അഹ്ലൻ മോദി വെറുമൊരു സംഭവമല്ല, അതിരുകൾക്ക് അപ്പുറം പ്രതിധ്വനിക്കുന്ന നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ആഘോഷമാണ്. നമസ്തേ, ജയ് ഹിന്ദ്. അഹ്ലൻ മോദിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസ ലോകം. അഹ്ലൻ മോദി പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനമായി മാറും. ഇതിനായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേരാണ് പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രധാന സേവകന് ഉജ്ജ്വല സ്വീകരണമൊരുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു പ്രവാസ ലോകം. അഹ്ലൻ മോദി UAE-യിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രവാസി പൊതുസമ്മേളനമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണമൊരുക്കാൻ 150-ലേറെ പ്രവാസി സംഘടനകളുടെയും 800-ഓളം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഒരുക്കം നടത്തുന്നത്.
സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 65,000 കവിഞ്ഞതോടെ രജിസ്ട്രേഷൻ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനായുള്ള രജിസ്ട്രേഷനിൽ വലിയ ജനബാഹുല്യമാണ് കാണാനായത്. തീർച്ചയായിട്ടും ഇത് യു എയിൽ നടക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പബ്ലിക് ഇവൻ്റായിട്ട് മാറും. കാരണം ഇപ്പോൾ തന്നെ ഇത്രയധികം രജിസ്ട്രേഷൻസ് 65,000-ഓളം രജിസ്ട്രേഷൻസ് ഇപ്പോൾ തന്നെ വന്നതിൻ്റെ പേരിൽ ഇതിപ്പോൾ യു എയിൽ തന്നെ ഏറ്റവും വലിയൊരു പബ്ലിക് ഇവൻ്റായിട്ട് മാറും. മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ഇത് 7ാമത്തെ വിസിറ്റാണ്. അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഈ രാജ്യത്തിനോട് കാണിക്കുന്ന സ്നേഹവും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന സ്നേഹവും അതെല്ലാം തിരിച്ചും നൽകാനായിട്ട് ഇന്ത്യൻ ജനത അദ്ദേഹത്തിനെ വരവേൽക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. സമ്മേളനത്തിലേക്കുള്ള കലാസാംസ്കാരിക പരിപാടികളുടെ പരിശീലനം പുരോഗമിക്കുകയാണ്. വിശ്വമിത്ര എന്ന പ്രമേയത്തിലുള്ള പ്രത്യേക കലാവിരുന്നാണ് അരങ്ങേറുക. വിവിധ സംസ്ഥാനങ്ങളുടെ തനത് പരിപാടികൾ ചേർത്ത് ആവിഷ്കരിക്കുന്ന കലാവിരുന്നിൽ നിരവധി അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. മറുനാട്ടിൽ നാനാത്വത്തിൽ ഏകത്വം പ്രകടമാക്കുന്ന പരിപാടിയാകും ഇത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആകെ ഒരു സെലിബ്രേഷൻ മോഡിലാണ്. ബിക്കോസ് 2015 കഴിഞ്ഞിട്ട് വലിയൊരു പബ്ലിക് ഫംഗ്ഷന് ഇപ്പം മോദിജി 7th ടൈമാണ് പിന്നെയും യു എയിൽ എത്തുന്നത്. സോ അതൊരു വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ കാണാം പുറകിൽ എല്ലാവരും ഭയങ്കര ഒരു എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് ഒരു പ്രിപ്പറേഷൻസിലാണ്. സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 800 ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. നമ്മളൊരു ഓഡിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. ഈ ഓഡിഷൻ ആകെ ഒരു 2-3 ദിവസം ഗ്യാപ്പ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 415 ആർട്ടിസ്റ്റ് വന്നിട്ട് ഇപ്പോഴും എനിക്ക് കോൾസ് വരാണ്, ദാറ്റ് വി വോണ്ട് ടു ടേക്ക് പാർട്ട്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരെയും പങ്കെടുപ്പിക്കാനായിട്ട്. സോ വി ഹാവ് സെലക്ടഡ് ഫ്യൂ ഡാൻസസ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ അമേസിങ് ഈവനിങ്. ഒരു മാജിക്കൽ ഈവനിങ് ആയിരിക്കും. ആരും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എന്താ പറയുക, കുറേ സർപ്രൈസ് എലിമെൻറ്റ്സ് ഉണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഇൻ ദിസ് പ്രോഗ്രാം. ഇന്ത്യയുടെയും യു എയുടെയും സൗഹൃദ ബന്ധത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെ ഇഴയെടുപ്പം പരിപാടികളിൽ നിറയും. ആയിരക്കണക്കിന് തൊഴിലാളികളും മറുനാട്ടിൽ നരേന്ദ്രമോദിയെ കാണാനെത്തും. നമ്മളിപ്പോൾ ഇവിടെ പ്രൊസഷനാണ് അബുദാബിൻ്റെ വകയായിട്ട് നടക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്സ് വൈസ് ആയിട്ടുള്ള പ്രൊസഷനാണ് നടക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ 65,000 ആൾക്കാർ ഒരിടത്ത് വന്ന് നിൽക്കുക, അതിനെ സാക്ഷ്യം വഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു അനുഭവം ആയി തീരാൻ പോവുകയാണ്. 13/2/2024 എന്ന് പറയുന്നത് ഒരു ചരിത്രമാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഭാരതീയ സമൂഹം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്ന UAE ഭരണാധികാരികളോട് നമുക്ക് വളരെയേറെ സന്തോഷവും സ്നേഹവും ഹൃദയത്തിൽ നിന്നും സമർപ്പിക്കുകയാണ്. തന്റെ ഇത്തവണത്തെ UAE സന്ദർശനത്തിൽ നരേന്ദ്രമോദി ദുബായ് മദീനത്ത് ജുമൈറയിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇന്ത്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെ അതിഥികളായി UAE പ്രഖ്യാപിച്ചു. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 25-ലേറെ ലോക ഭരണകർത്താക്കൾ ഭാഗമാകും. ഇന്ത്യ ഈ വർഷത്തെ വിശിഷ്ട അതിഥികളാക്കിയത് UAEയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും തന്ത്രപരമായ പങ്കാളിത്തത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഭാരതത്തിന്റെ പ്രധാന സേവകന്റെ വരവ് ഒരു ചരിത്ര സംഭവമാവുകയാണ്. അഹ്ലൻ മോദി എന്ന പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. അതുവരെ നന്ദി.